എല്ലാവർക്കും നമസ്കാരം. മടി ബൂട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തംബ്നെയിൽ കണ്ട പോലെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ അഗ്ലോണിമ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ റീപോർട്ടിങ് എങ്ങനെ ചെയ്യാം, അതിനുള്ള പോർട്ടിങ് വീഡിയോ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെടി മേടിക്കും, അവരത് നടും, ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ചെടി ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നതാണ്. ഇവർ ഇതിൻ്റെ അകത്ത് പോട്ടിംഗ് മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പാഗ്നം മോസ. പുറം രാജ്യങ്ങളിൽ കൂടുതലും അവർ യൂസ് ചെയ്യുന്നത് സ്പാഗ്നം മോസ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ചീപ്പായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കോപിറ്റ് ആണ്. ആ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവരും കോക്കോപിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അവർ കൂടുതലും സ്പാഗ്നം മോസ ഉപയോഗിച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും നഴ്സറി സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്ത് പോരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ ഇറിഗേഷൻ ചെയ്യുന്നത് ഓരോ ചെടിയുടെയും ചോട്ടിക്കൂടെ കൊണ്ടുപോയിട്ട് നമ്മൾ വീട്ടിൽ വെള്ളം ഒഴിക്കുന്ന പോലെ അല്ല അവർ വെള്ളം ഒഴിക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അവിടെ കൂടുതലും മിസ്റ്റ് ഇറിഗേഷനോ അല്ലെങ്കിൽ ഫോഗ് ഇറിഗേഷനോ സ്പ്രിംഗ്ലറോ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ഓരോ നഴ്സറികളിലും ഓരോ രീതിക്കായിരിക്കും, ഓരോ പ്ലാന്റ്സിന് ഓരോ രീതിയായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഫോഗോ അല്ലെങ്കിൽ മിസ്റ്റ് ഇറിഗേഷനോ ചെയ്യുമ്പോൾ വെള്ളം മഞ്ഞുതുള്ളി പോലെ ചെറിയ കണികകളായിട്ടാണ് ചെടിയിലേക്ക് എത്തുന്നത്. അതിപ്പോൾ ലീവ്സിലായാലും ചോട്ടിലേക്ക് എത്തുന്നതായാലും ലിമിറ്റഡ് ആയിട്ട് വെള്ളം എത്തുള്ളൂ. അപ്പോൾ പോട്ടിംഗ് മീഡിയ ലൈറ്റ് ആയിട്ടൊരു ഈർപ്പത്തിലായിരിക്കും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്യുക, ഓസിൽ വെള്ളം നനയ്ക്കും, അല്ലെങ്കിൽ കപ്പിൽ കോരി ഒഴിക്കും. അതായത് നമ്മൾ വീട്ടിൽ ചെടി നനയ്ക്കുന്ന ആ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചെടികളും അല്ലെങ്കിൽ ഇങ്ങനത്തെ മീഡിയയിൽ നിൽക്കുന്ന ചെടികളും നടുമ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്പാഗ്നം മോസ് നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല, നല്ല സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ സ്പാഗ്നം മോസിൽ മാത്രം പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇറിഗേഷൻ നോക്കി കണ്ടും കൊടുക്കുക. വെള്ളം കൂടി നിന്നാലും ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, നന്നായിട്ട് അഴുകിപ്പോവും. അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും തന്നെ പ്ലാന്റ്സ് പോയിട്ടുണ്ടാവുക. വീഡിയോ കാണുന്ന പലരും ഈ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നിട്ടുണ്ടാവും. വലിയ വില കൊടുത്ത് ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ച ചെടികൾ ഇതേപോലെ 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ചെടി അഴുകിപ്പോവും. അപ്പം അതിന്റെ മെയിൻ കാരണം ഇതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അത് എങ്ങനെ റീപോർട്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് അഗ്ലോണിമ പോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഞാനിവിടെ ചെയ്യുന്ന ഒരു പോട്ടിംഗ് മീഡിയ എന്ന് പറയുന്നത് ഒന്ന് ഗാർഡൻ സോയിലാണ്. ഗാർഡൻ സോയിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്ത നല്ല മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് കൂടുതൽ പോട്ടിംഗ് മീഡിയാസ് നിങ്ങൾക്ക് ഇവിടെ കാണാത്തത്. ഇത് നമ്മൾ സ്ഥിരം അഗ്ലോണിമാസ് പ്ലാന്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഉമി, നമ്മുടെ റൈസസ്ക്. ഇത് നമ്മുടെ പുഴമണലും ഉമിയും ഞാൻ ഒരുവിധം എല്ലാ മീഡിയയിലും യൂസ് ചെയ്യുന്ന രണ്ട് പോട്ടിംഗ് മീഡിയാസ് ആണ്. ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. ലീഫ് മോൾഡ് എന്ന് പറയും. ലീഫ് മോൾഡ് ശരിക്കും ഡീകമ്പോസ് ചെയ്ത് കമ്പോസ്റ്റ് ആയിട്ടില്ല. ഇതിപ്പോൾ നിലവിലൊരു 70% എത്തിയിട്ടുള്ളൂ. ഞാനിതിപ്പോൾ വീഡിയോയുടെ ആവശ്യത്തിനായിട്ട് എടുത്തതാണ്. ശരിക്കും നമ്മുടെ വെർമി കമ്പോസ്റ്റ് പോലെ തന്നെ പൊടിഞ്ഞ് നല്ല നൈസ് പൊടിയാവും. ഞാൻ അതിന് മുന്നേ കുറച്ച് എടുത്തതാണ്. ഇതിപ്പോൾ ഒരു 70% ഡീകമ്പോസ് ആയിട്ടുള്ളൂ. ഇത് ലീഫ് മോൾഡാണ്, ഡീകമ്പോസ് ചെയ്തിരിക്കുന്ന ലീഫ് മോൾഡ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു പോർഷൻ വെർമി കമ്പോസ്റ്റ് ആണ്, നല്ല പൗഡർ ഫോമിലുള്ള വെർമി കമ്പോസ്റ്റ്. ഇന്ന് നമുക്ക് ഈ 5 മീഡിയാസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അഗ്ലോണിമ പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെടി നമുക്ക് ഈ പോട്ടിംഗ് മീഡിയ ഒന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്കൊരു ഫംജിസൈഡ് സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫംജിസൈഡ് സൊല്യൂഷനിലേക്ക് ചെടി കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കാം. നമുക്കിപ്പോൾ കാണാം, നമ്മൾ പോട്ടിൽ നിന്നും പ്ലാന്റ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. റൂട്ട്സ് നല്ല റൂട്ട് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം ഇതിൽ നിന്നും. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുത്തതിൽ നിന്ന് നമുക്ക് ഈ മോസ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. മോസ് പരമാവധി മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്ന റിമൂവ് ചെയ്യുക, ചെടി ഡാമേജ് ആവാതെ.
അപ്പോൾ നമ്മളൊരു 99% മോസ് റിമൂവ് ചെയ്തു. ഒറ്റ പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്ത മോസാണിത്. അപ്പോൾ നമുക്ക് റൂട്ടെല്ലാം ഹെൽത്തിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, ചീയലൊന്നുമില്ല എന്ന് തോന്നുന്നു. ചീയലൊന്നുമില്ല. നിലവിലത്തെ കണ്ടീഷനിൽ പ്ലാന്റ് ഓക്കെയാണ്. ഇനി നമുക്കിതൊന്ന് ഫംഗിസൈഡ് ലിക്വിഡിൻ്റെ അകത്തൊന്ന് ഡിപ്പ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. ഒന്ന് റൂട്ട്സ് എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതി ഫംഗിസൈഡ് ലിക്വിഡിൽ. ഇതുപോലെ നമുക്ക് മറ്റ് പ്ലാന്റ്സും കൂടെ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് മോസ് റിമൂവ് ചെയ്ത് വരുമ്പോൾ നമുക്കിത് ശ്രദ്ധിച്ചാൽ കാണാം, ഈ റൂട്ടിൻ്റെയൊക്കെ ടിപ്പ് കണ്ടോ, അഴുകി തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആ റൂട്ട് നന്നായിട്ട് അഴുകി തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത ടൈം നല്ല ടൈമായിരുന്നു. മോസ് ഇത് അവർ യൂസ് ചെയ്ത് എന്തോ ഫെർട്ടിലൈസറാന്ന് തോന്നുന്നു. നമുക്ക് സാഫിൽ മുക്കി വാഷ് ചെയ്യുമ്പോൾ ഇതും കൂടെ റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ക്ലീൻ റൂട്ട്സ് ആയിട്ട് തന്നെ നമുക്ക് പുതിയ പോട്ടിംഗ് മീഡിയയിലേക്ക് വെക്കാം. വളർച്ച കുറച്ച് സ്ലോ ആവുന്നേ ഉള്ളൂ. സ്ലോ മീൻസ് പുതിയ പോട്ടിംഗ് മീഡിയ ആയിട്ട് ഒന്ന് അഡാപ്റ്റ് ആയിട്ട് ഒന്ന് വളർന്നു വരാനുള്ളൊരു താമസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷെ എന്നാലും നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് കൂടുതൽ നാള് ചീഞ്ഞു പോകാതിരുന്നോളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വരുന്ന പോട്ടിംഗ് മീഡിയ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് തന്നെ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ഇതിലേക്ക് വെക്കാം. നമുക്ക് പ്ലാന്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്തിരുന്ന സ്പാഗ്നം മോസ് ആണിത്. ആ ഒരു പോട്ടിന്റെ അകത്ത് കംപ്ലീറ്റ് സ്പാഗ്നം മോസ് ആയിരുന്നു. അവർ വേറെ ഒരു പോട്ടിംഗ് മീഡിയം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ കോക്കോപീറ്റ് ചെയ്യുന്ന പോലെ അവർ സ്പാഗ്നം മോസിലാണ് ചെയ്യുന്നത്. നമുക്കിത് റീയൂസ് ചെയ്തെടുക്കാം. കാരണം സ്പാഗ്നം മോസിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, സ്പാഗ്നം മോസ് നമുക്ക് പുറത്ത് മാർക്കറ്റിൽ മേടിക്കണമെങ്കിൽ 400 രൂപ 500 രൂപയാണ് ഒരു കിലോയ്ക്ക് റേറ്റ് കുറഞ്ഞത്. അപ്പോൾ ഇത് നല്ല വൈറ്റ് മോസ് ആണ്. നമുക്കിത് റീയൂസ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഫംഗിസൈഡിലൊക്കെ ഇട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ച് നല്ല സൺ ഡ്രൈ ചെയ്ത് ഉണക്കി എടുത്തിട്ട് നമുക്ക് മോസ് പോൾ ഉണ്ടാക്കാനായിട്ട്, അതായത് ക്രീപ്പ് ചെയ്ത് പോകുന്ന പ്ലാന്റ്സ് നടാനൊക്കെ ആയിട്ട് നമുക്ക് പോൾ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കി കളയേണ്ടതില്ല. നന്നായിട്ട് ഫംഗിസൈഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഡിസിൻഫെക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പ്ലാന്റ് നമ്മൾ ഫംഗിസൈഡിൽ ഡിപ്പ് ചെയ്ത് ഒരു 1 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ നിലവിൽ എടുത്തുനിന്ന് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് കൂടുതൽ വെക്കണ്ട ഫംഗിസൈഡിൽ. ഡോസേജ് കൂടുതലാണെങ്കിൽ ഒരു 30-40 സെക്കൻഡ് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഡോസേജ് കുറവാണെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഇരുന്നൊന്നും കരുതി കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ റൂട്ട് പൊള്ളിപ്പോകാൻ സാധ്യതയുണ്ട് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഫംഗിസൈഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് 5 ഗ്രാം പെർ ലിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 മിനിറ്റ് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 മിനിറ്റ് 1.5 മിനിറ്റ് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പോട്ടിംഗ് മീഡിയ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് ഒരു പോർഷൻ. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് പുഴമണലാണ്. അത് നമ്മൾ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. പുഴമണൽ എപ്പോഴും നല്ലതാണ്. വെള്ളം വാർന്നു പോകാനും എല്ലാത്തിനും നല്ല യൂസ്ഫുൾ ആണ്. നല്ല ഡ്രെയിനേജ് ഉണ്ടാവും പുഴമണൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ പുഴമണൽ ഞാൻ എല്ലാ മീഡിയയിലും ഒരുവിധം യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉമിയാണ്. ഉമി ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഉമി എപ്പോഴും നമ്മുടെ പോട്ടിംഗ് മീഡിയ നല്ല ലൂസായിട്ടിരിക്കാനും നല്ല എയറേഷൻ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഉമിയും പുഴമണലും ഞാൻ ഒരുവിധം എല്ലാ പോട്ടിംഗ് മീഡിയയിലും തന്നെ യൂസ് ചെയ്യുന്നതാണ്. നല്ല ഡ്രെയിനേജിനും നല്ല എയറേഷൻ കിട്ടാനായിട്ടും. നല്ല എയറേഷൻ ഉണ്ടായാൽ മാത്രമേ നല്ല റൂട്ട് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പ്ലാന്റ്സിന്. അപ്പോൾ എപ്പോഴും കട്ട പിടിച്ചിരിക്കുന്ന ഒരു പോട്ടിംഗ് മീഡിയയിലകത്ത് റൂട്ട് ഗ്രോത്ത് വളരെ മോശമായിരിക്കും. അല്ലെങ്കിൽ നന്നായിട്ട് റൂട്ട് ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സിൽ റൂട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. എപ്പോഴും നല്ല എയറേഷൻ കിട്ടുന്ന രീതിയിൽ പോട്ടിംഗ് മീഡിയ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക ഏത് പ്ലാന്റ് നടുമ്പോഴും. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ മെയിൻ ഐറ്റം ലീഫ് മോൾഡ് ആണ്. ലീഫ് മോൾഡ് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ശരിക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ പ്രോസസ്സ് ഒരു 60-70% ആയിട്ടുള്ളൂ. നമുക്ക് കാണാം ഇത്രേ ആയിട്ടുള്ളൂ. ഫുൾ ആയിട്ടുള്ള കരിയില ഇട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് എത്തിക്കുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വെർമി കമ്പോസ്റ്റ് പോലെ തന്നെ നല്ല പൊടിയായിട്ട് പൗഡറായിട്ട് കിട്ടുന്നതാണ്.
നമുക്ക് ലീഫ് മോൾഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റ് ആണ്. വെർമി കമ്പോസ്റ്റ് നമ്മൾ എല്ലാ വീഡിയോ എടുത്തിരിക്കുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടില്ല, അതിലും കുറച്ചാണ് വെർമി കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പോട്ടിംഗ് മീഡിയ തയ്യാറായിട്ടുണ്ട്. ഇപ്പൊ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഇതിൻ്റെ അകത്ത് എല്ലുപൊടിയോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ വേറെ വളങ്ങളൊന്നും വേറെ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റും പിന്നെ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള കരിയിലയാണ്. ഞാൻ എല്ലുപൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപൂർവം ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടുമ്പോഴാണ് കൂടുതലും എല്ലുപൊടി യൂസ് ചെയ്യല്. ചെടി നടുമ്പോൾ എല്ലുപൊടി മാക്സിമം കുറയ്ക്കാറുണ്ട് ഇടുന്നത്. ഇനി എല്ലുപൊടി കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളത് പ്ലാന്റിങ്ങിന് ശേഷം ചെടിയുടെ ചോട് ചേർത്തല്ല, ചോട്ടിൽ നിന്നും കുറച്ച് അകത്തിയിട്ടായിരിക്കും എല്ലുപൊടി എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പോട്ടിംഗ് മീഡിയയിൽ യൂസ് ചെയ്യാത്തത്. ആവശ്യത്തിനുള്ള വളം നമ്മുടെ ഈ പോട്ടിംഗ് മീഡിയയിൽ ഉണ്ട്, ഒരു ചെടിക്ക് വളരാനുള്ള. അതില് പ്രധാന പങ്ക് വഹിക്കുന്നത് നമ്മുടെ ലീഫ് മോൾഡ് തന്നെയാണ്. ലീഫ് മോൾഡ് നമുക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു തൈ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ലീഫ് മോൾഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. നല്ല ഫോളേജ് പ്ലാന്റ്സ് ഒക്കെ നടാനാണെങ്കിലും ലീഫ് മോൾഡ് നല്ലൊരു പോട്ടിംഗ് മീഡിയ ആണ്. ലീഫ് മോൾഡ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പോട്ടിംഗ് മീഡിയ ആണ് ലീഫ് മോൾഡ്. അപ്പോൾ ആവശ്യത്തിനുള്ള വളം നമ്മൾ ഈ പോട്ടിംഗ് മീഡിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വേണ്ടി വന്നാൽ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ, ചെടിയുടെ സ്ട്രെസ് ഒക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ ബാസാക്കോട്ട കൊടുക്കാറുണ്ട്. ബാസാക്കോട്ട അല്ലെങ്കിൽ പിന്നെ ഫോളിയർ ആയിട്ട് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ ചാണകം പരമാവധി ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ കളറുള്ള പ്ലാന്റ്സിന് ഏറ്റവും നല്ലത്. കാരണം ചാണകം നമ്മൾ ചാണകപ്പൊടി യൂസ് ചെയ്യുമ്പോൾ ഈ കളറേഷൻ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ ഒത്തിരി ഷെയ്ഡ് ഉള്ളിടത്തും ഇരുട്ട് റൂമിലൊന്നും കൊണ്ടുപോയി ഇൻഡോർ പ്ലാന്റ്സ് വെക്കരുത്. ഇൻഡോർ പ്ലാന്റ് ആണെന്ന് കരുതി കുറച്ച് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം പ്ലാന്റ് വെക്കാൻ. കൂടുതൽ ലൈറ്റ് തീരെ അവൈലബിൾ അല്ലാത്തടത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഒന്നെങ്കിൽ ഡാമേജ് ആയി പോകും, അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കളറേഷൻ കുറഞ്ഞിട്ട് ഈ ഗ്രീൻ കളർ ഹൈലൈറ്റ് ചെയ്ത് വരും. ഗ്രീൻ കളർ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ലൈറ്റ് കിട്ടുന്ന ലൊക്കേഷനിൽ വേണം ഇങ്ങനത്തെ പ്ലാന്റ്സ് കീപ്പ് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അതിന്റെ പ്രോപ്പർ കളറേഷൻ നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആവുള്ളൂ. അപ്പൊ നമ്മൾ നല്ല ഡ്രെയിനേജ് ഉള്ള ഒരു ട്രാൻസ്പെറന്റ് പോട്ട് എടുത്തിട്ടുണ്ട്, 7 ഇഞ്ച്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു 7 ഇഞ്ച് ട്രാൻസ്പെറന്റ് പോട്ടാണ്. ട്രാൻസ്പെറന്റ് പോട്ട് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ഗ്രോത്ത്, റൂട്ട് ഫോർമേഷൻ എല്ലാം നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, പുറത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേര് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉള്ളിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിലോ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അന്നേരം നമുക്ക് ഡ്രെയിനേജ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. വെള്ളം എവിടെയെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ, ഡ്രെയിനേജ് ഹോള് ബ്ലോക്ക് ആയിട്ട് വെള്ളം ഉള്ളിൽ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും ട്രാൻസ്പെറന്റ് ബോട്ടിൽ നടുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് അത് ഡാമേജ് ആക്കി കളയാൻ നമ്മൾ ആഗ്രഹിക്കാത്തതാണല്ലോ. ഒരു പ്ലാന്റ്സും ഡാമേജ് ആവണം നമ്മൾ ആഗ്രഹിക്കില്ല. പക്ഷെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വില കൂടിയ ചെടികൾ നമ്മൾ എപ്പോഴും നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്യണം. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അത് വളർത്തി കൊണ്ടുവരുന്നത് അവിടെ. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ നോർമൽ ലോക്കൽ ചെടികൾ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരാഴ്ച കൂടുതൽ സർവൈവ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ ഡ്രെയിനേജ് ഹോൾ ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഇപ്പൊ നിലവിൽ കരിയാണ് ഉപയോഗിക്കുന്നത്. ഓടിന്റെ പീസ് എന്തെങ്കിലും വെച്ചാലും മതി. ഇപ്പൊ കരി നമുക്ക് നമ്മുടെ കയ്യിൽ സ്റ്റോക്കും ഉണ്ട്, അതേപോലെ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ ദോഷങ്ങളൊന്നും ഇല്ല. അപ്പൊ ഡ്രെയിനേജ് ഹോൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ കരിയുടെ പീസാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് പോട്ടിംഗ് മീഡിയ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോട്ടിംഗ് മീഡിയ വെക്കാനായിട്ട്. ഞാൻ ഈ ഒരു ഹൈറ്റിലാണ് കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
ഇനി നമുക്ക് പോട്ടിംഗ് മീഡിയ ഫില്ല് ചെയ്ത് കൊടുക്കാം. പ്ലാന്റ് നടുമ്പോൾ എപ്പോഴും പോട്ടിന്റെ സെന്റർ ഭാഗത്ത് തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായി ഒന്ന് ഉറപ്പിച്ചു കൊടുക്കണേ ചോട്. ഇത് പോട്ടിംഗ് മീഡിയ അത് മതിയോ നോക്കുക. പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് താഴത്ത് പ്ലാന്റ് ചെയ്യണ്ട. ഈ ഒരു ഹൈറ്റിൽ ചോട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലാന്റ് ചെയ്യാനായിട്ട്. ഒരുപാട് താഴത്ത് വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്യാനുള്ള സാധ്യത, സ്റ്റെം ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൽ നമ്മൾ പ്ലാന്റ് വയ്ക്കുക, ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക. റൂട്ട് ഒന്ന് പിടിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ആട്ടമൊക്കെ നിൽക്കും. പ്ലാന്റ് ഒന്ന് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. നിലവിൽ ഇങ്ങനെ നമ്മൾ അത്രയും ഹൈറ്റിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആട്ടം ഉള്ളത്. പക്ഷെ അത് കുഴപ്പമില്ല. പ്ലാന്റിന് നമ്മൾ റീപോർട്ട് ചെയ്തതിന് ശേഷം എപ്പോഴും പ്ലാന്റ് ഇങ്ങനെ പ്ലേസ് മാറ്റി വെച്ചുകൊണ്ട് നടക്കരുത്. എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുക ഷെയ്ഡ് ഉള്ളിടത്ത്. അപ്പോൾ നമ്മുടെ അഗ്ലോണിമയുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കലും റീപോർട്ടിങ്ങുമായിട്ടുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോസിൽ അത് മെച്ചപ്പെടുത്താം. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്.